അപ്പോൾ അത്യാധുനിക രീതിയിൽ നിർമ്മിച്ച സംസ്ഥാനത്തെ ഏറ്റവും വലിയ പച്ചക്കറി മാർക്കറ്റുകളൊന്നായ കോഴിക്കോട് കല്ലുത്താൻ കടവിലെ ന്യൂ പാളയം മാർക്കറ്റ് ഇന്ന് നാടിന് സമർപ്പിക്കും. രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പച്ചക്കറി മാർക്കറ്റിലെ മൾട്ടി ലെവൽ മാർക്കറ്റ് ഉദ്ഘാടനം മന്ത്രി എം പി രാജേഷും ഹോൾസെയിൽ ആൻഡ് ഓപ്പൺ മാർക്കറ്റ് ഉദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസും നിർവഹിക്കും. വിശദാംശങ്ങളുമായി ദീപക് ധർമ്മടമാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. ദീപക്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും കോഴിക്കോട് ഗംഭീരമായ ഒരു പച്ചക്കറി മാർക്കറ്റ് വരുന്നു എന്ന് മനസ്സിലാക്കുന്നു. മൾട്ടി ലെവൽ മാർക്കറ്റ് വരുന്നു. അപ്പോൾ കോഴിക്കോട് അങ്ങ് ചിറക് വിരിച്ച് പറക്കാൻ ഒരുങ്ങുകയാണെന്ന് തോന്നുന്നു. വിവരങ്ങൾ. ഹാഷ്മി, വെരി ഗുഡ് മോർണിംഗ്. ഹാഷ്മിയുടെ US യാത്രയ്ക്ക് ശേഷമുള്ള ഒരു സംഭവമാണല്ലോ. യഥാർത്ഥത്തിൽ ഒരു US മാതൃകയിലൊക്കെയുള്ള മൾട്ടി ലെവൽ മാർക്കറ്റാണ് തയ്യാറാക്കിയിരുന്നത്. നമ്മൾ വിദേശ മാതൃക എന്നൊക്കെ പറയല്ലോ ഹാഷ്മി, അത്തരത്തിലുള്ള ഒരു മാർക്കറ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഹാഷ്മിക്ക് ഒന്ന് കാണാം. ഇത് ഹാഷ്മി കണ്ടുവെന്ന് കരുതുന്നു, പ്രേക്ഷകരും കാണുന്നു. ഇതാണ് ന്യൂ പാളയം മാർക്കറ്റ്. ഈ മാർക്കറ്റിന് 100 കോടിയോളം രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത്. നമുക്ക് താഴെ കാണാം. ഇതാണ് ഉദ്ഘാടനത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ ഇതിനൊപ്പം പറയേണ്ടത് വലിയ പ്രതിഷേധങ്ങൾ ഇതിനു വേണ്ടി ഉണ്ടായിരുന്നു, വിവാദങ്ങൾ ഉണ്ടായിരുന്നു. കാരണം മാർക്കറ്റ് മാറാൻ പാടില്ല എന്ന് പറഞ്ഞൊരു വിഭാഗം, എന്നാൽ പുതിയ മാർക്കറ്റ് വേണമെന്ന് പറഞ്ഞൊരു വിഭാഗം. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ഇത്തരത്തിലൊരു വലിയ മാർക്കറ്റ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നത്. എന്ത് ഒക്കെ പറഞ്ഞാലും ഒരു വിദേശ മാതൃകയിലുള്ള ഒരു വലിയ മാർക്കറ്റ് കോഴിക്കോടിന് സ്വന്തമാകുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ഇതൊരു മൾട്ടി ലെവൽ മാർക്കറ്റാണ്. കാർ പാർക്കിങ്ങിനുൾപ്പെടെ അത്യാധുനിക സൗകര്യങ്ങൾ എല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു മാർക്കറ്റാണ്. നമുക്കിവിടെയുള്ള ചുമട്ട് തൊഴിലാളികളുണ്ട്. ഇവരോടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാം എത്രമാത്രം സന്തോഷമുണ്ട് പുതിയ മാർക്കറ്റ്. നിങ്ങളെ പറയണ്ടേ, നിങ്ങളല്ലേ ഇവിടുത്തെ തൊഴിലാളികൾ, എത്രമാത്രം സന്തോഷമുണ്ട് പുതിയ മാർക്കറ്റിലേക്ക്? പുതിയ മാർക്കറ്റിൽ ഇവിടെ നല്ല സൗകര്യമാണ്. അപ്പോൾ നമ്മളവിടെ പഴയ മാർക്കറ്റിന് അവിടെ ചളിയും പിന്നെന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് വണ്ടി വന്നാൽ അവിടെ മുട്ടാണ്, സാധനം ഇറക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇവിടെ വന്ന് നോക്കുമ്പോൾ അതിവിശാലമായുള്ള മാർക്കറ്റാണ്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഇവിടെ പണിയെടുക്കാനും നല്ല ഈ പ്രതിഷേധമൊക്കെ ഉണ്ടല്ലോ ഇന്നും അവിടെ പാളയത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടെന്നാണ് പറയുന്നത് പഴയ മാർക്കറ്റിൻ്റെ അടുത്ത്. അത് പിന്നെ സ്വാഭാവികമാണല്ലോ. ഒരു വികസനം വരുമ്പോൾ അപ്പുറത്തൊരു പ്രതിഷേധം ഉണ്ടാവും. അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും. ഓക്കെ, താങ്ക് യു. ഹാഷ്മി, ഇത് കേട്ടല്ലോ. ഇത് ഇവിടെയുള്ള ചുമട്ട് കയറ്റിറക്ക് തൊഴിലാളികളുടെ അവരുടെ പ്രതികരണമാണ്. പ്രതിഷേധം ഉണ്ടാവും, പക്ഷേ എന്നാലും ഈ മാർക്കറ്റ് തൊഴിലാളികൾക്ക് സൗകര്യമാണ് എന്നുള്ളതാണ് പറയുന്നത്. മറ്റൊന്ന്, ഇതിന് ഈ ഉദ്ഘാടനത്തിന് തൊട്ട് മുൻപ് പഴയ മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്. കനത്ത പോലീസ് സുരക്ഷാ സംവിധാനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. കോഴിക്കോട്ടെ ആദ്യ പരിപാടി ഇതാണ്. ഇത് കഴിഞ്ഞാണ് അദ്ദേഹം PV സ്വാമി അനുസ്മരണത്തിലും അത് കഴിഞ്ഞ് രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയുടെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം. അങ്ങനെ 3 പരിപാടിയാണ് ഇന്ന് കോഴിക്കോട് മുഖ്യമന്ത്രിക്ക് ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യ പരിപാടിയിൽ പ്രതിഷേധമുണ്ടാകുമെന്ന ചില സ്പെഷ്യൽ ബ്രാഞ്ച് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കനത്ത പോലീസ് സുരക്ഷാ സംവിധാനം നമുക്ക് കാണാം. ഇപ്പോൾ തന്നെ പോലീസ് സംവിധാനങ്ങളെല്ലാം തന്നെ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. കനത്ത സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. പക്ഷേ എന്നിരുന്നാലും കോഴിക്കോട് നഗരത്തിന് ഒരു അന്താരാഷ്ട്ര മാതൃകയിലുള്ള മാർക്കറ്റാണ് ഇന്നു മുതൽ സ്വന്തമാവാൻ പോകുന്നത്. ഹാഷ്മി, ക്രിസ്റ്റീന. ഇവിടെ ഒറ്റ കാര്യം ആശ ചോദിക്കുന്നുണ്ട്, മാർക്കറ്റ് വലുതാ, വിലക്കുറവൊന്നും ഉണ്ടാവില്ലല്ലോ ചോദിക്കുന്നുണ്ട്. അങ്ങനെയുണ്ടോ? അല്ല, കമ്പോളത്തിലെ വിലക്കുറവ് തീരുമാനിക്കുന്നത് കോർപ്പറേഷനും അല്ല, സർക്കാരും അല്ലല്ലോ. കാരണം അത് വിപണിയുടെ നിലവാരത്തനുസരിച്ച് ആയതുകൊണ്ട് പ്രത്യേക വിലക്കുറവും ഓഫറും സൂപ്പർ മാർക്കറ്റ് പോലെ പ്രതീക്ഷിക്കാൻ വകയില്ല. പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് ഒരു പോസിറ്റീവ് വൈബ്. കാരണം നമ്മൾ ഈ പാളയം മാർക്കറ്റിൽ നിന്ന് നിരവധി ലൈവ് ചെയ്തതാണ്. കാരണം അവിടെ നേരത്തെ ഈ കയറ്റിറക്ക് തൊഴിലാളി പറഞ്ഞ പോലെയാണ്, ഈ ആകെ ഇടുങ്ങിയാണ്. നമ്മൾ തട്ടിയും മുട്ടിയും വേണം ഒരു സാധനം വാങ്ങിക്കാൻ. പക്ഷേ ഇവിടെ ഹാഷ്മിയുടെ പോയ US മാതൃകയിൽ ഒരു മൾട്ടി ലെവൽ വെജിറ്റബിൾ മാർക്കറ്റാണ് ഒരുക്കിയിരിക്കുന്നത്. ഹാഷ്മി, ഓക്കെ, അപ്പോൾ ഗംഭീരമാവട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.